ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഉമ്മ കാരാടൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ലോകമെമ്പാടും വേൾഡ് സ്ട്രോക്ക് ഡേ അല്ലെങ്കിൽ ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നു. നമുക്കറിയാം, ഏകദേശം 65 ലക്ഷം ആളുകൾ പക്ഷാഘാതമായിട്ട് ലോകത്ത് മരിക്കുന്നുണ്ട്. അത് തലച്ചോറിൽ രക്തസ്രാവം കൊണ്ടും വരും, രക്തോട്ടം കുറഞ്ഞിട്ടും വരാം. ഇതിൽ തന്നെ നമ്മുടെ നാട്ടിൽ, ഏഷ്യൻ കൺട്രീസിൽ, പ്രത്യേകിച്ചും ഭാരതത്തിൽ ഇതിൻ്റെ അളവ് കൂടുതലാണ്. പല കാരണങ്ങളുണ്ടാവാം. നമ്മുടെ ഭക്ഷണത്തിലെ ശ്രദ്ധയില്ലായ്ക, മദ്യപാനം, സ്മോക്കിംഗ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, ഷുഗർ വളരെ കൂടി നിൽക്കുക, അതുപോലെ തന്നെ പ്രഷർ വളരെയധികം കൂടുക, അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ, മറ്റു പല കാര്യങ്ങൾ. പറയപ്പെടുന്നത് നമ്മൾ ഈ പ്രമേഹം കൺട്രോൾ അല്ലെങ്കിൽ 9 ഇരട്ടി പക്ഷാഘാതത്തിന് ചാൻസ് ഉണ്ട്. 9 ഇരട്ടി. പണ്ട് 1 ഇരട്ടി 2 ഇരട്ടി ആയിരുന്നു. ഇപ്പം അങ്ങനെ 9 ഇരട്ടി. നമ്മൾ HbA1c കൺട്രോൾ, HbA1c കൂടുന്തോറും ഒരു 7 നിന്ന് 10 ആകുമ്പോഴും ഇവരുടെ ഈ പക്ഷാഘാതം വരാനുള്ള ചാൻസ് 10 ഇരട്ടിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ നമുക്ക് പക്ഷാഘാതം എന്താണെന്ന് നമുക്കറിയാം. പെട്ടെന്നുണ്ടാകുന്ന കൈയിനോ കാലിനോ ഉണ്ടാകുന്ന ബലക്കുറവ്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതാവുക, നടക്കാൻ പറ്റാതാവുക, കണ്ണ് കാണാതാവുക, ബാലൻസ് ഇല്ലാതാവുക, ഇങ്ങനെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ, അതായത് സ്ട്രോക്കിന് ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സ തേടണം. അത് അതിൻ്റെ ഗോൾഡൻ അവർ തന്നെ, ഏറ്റവും പറ്റുന്നത് ഏറ്റവും അതിൻ്റെ ഫസ്റ്റ് അവർ തന്നെ നമ്മൾ വരാൻ നോക്കണം. അതായത് നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ രോഗി പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി അവരുടെ എന്താണ് പ്രോബ്ലം മനസ്സിലാക്കി CT സ്കാൻ, അല്ലെങ്കിൽ CT ആൻജിയോഗ്രാം, അല്ലെങ്കിൽ CT പെർഫ്യൂഷൻ, ചില ആളുകൾക്ക് MRI ആൻജിയോ അതുപോലത്തെ ടെസ്റ്റിന് വേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു 4.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് അലീക്കാലിൻ്റെ മരുന്ന് കൊടുക്കാം. TPA അല്ലെങ്കിൽ ടെനക്ടേസ് എന്നുള്ള മരുന്ന് അവൈലബിൾ ആണ്. 3 മണിക്കൂറായിരുന്നു ആദ്യം. ഇപ്പോൾ 2000 ശേഷം അത് ICAS-3 ട്രയൽ അനുസരിച്ചിട്ട് നമുക്ക് 4.5 മണിക്കൂർ വരാം. പല പുതിയ ട്രയലിന്, വേക്കപ്പ് ട്രയൽ, അതുപോലത്തെ ട്രയലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അത് 6 മണിക്കൂർ വരെ IV കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്ലോട്ട് ഉണ്ടെങ്കിൽ, തലച്ചോറിലെ മേജർ രക്തക്കുഴൽ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മെക്കാനിക്കൽ ത്രോംബെക്ടമി, നമുക്ക് ആ ക്ലോട്ട് വലിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അത് 2 തരത്തിൽ ചെയ്യുക. ഒന്നിൽ നമുക്ക് ആ ക്ലോട്ടിൻ്റെ പിറകുവശത്തായിട്ട് അതൊരു സക്ഷൻ ത്രോംബെക്ടമി, പെനുംബ്ര ആസ്പിരേഷൻ ഡിവൈസ് എന്ന് പറയും, അത് ക്ലോട്ട് വലിച്ചെടുക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്റ്റെൻറ്റ് ട്രീവർ, ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ട് ആ ക്ലോട്ടിലേക്ക് പോയി ആ സ്റ്റെൻറ്റ് അതിൽ എൻമെഷ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലോട്ട് വലിച്ചെടുക്കുന്ന സ്റ്റെൻറ്റ് റിട്രീവർ തെറാപ്പി ഉണ്ട്. ചിലപ്പോൾ ഇത് കമ്പൈനായിട്ടൊരു സൊലുംബ്ര ടെക്നിക്, അതിങ്ങനെ പലതരത്തിലും വരാം. ചില ആളുകൾക്ക് നമ്മുടെ പെനുംബ്ര എന്ന് പറയും, അതായത് ആ രക്തോട്ടം കൊണ്ടുണ്ടാകുന്ന കുഴപ്പത്തിന് ചുറ്റും കുറേ ഒലിഗിയും ഇസ്കീമിയ ഉണ്ടാവും, രക്തോട്ടം കുറവുള്ള ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ പേരാണ് പെനുംബ്ര. ഈ പെനുംബ്രയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ എന്ത് പറയുക, ഇൻഫാക്റ്റ് അത് ഇത്രേ ഉണ്ടാവുള്ളൂ, ചെറുതായിട്ടൊരു ഡാമേജ് ഉണ്ടാവും, അതിനെ കൂടി വലിയൊരു ഇൻഫാക്റ്റ് ആയി തരും. ആ വലിയ ഇൻഫാക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളെ ഉടനെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡീകംപ്രഷൻ, ക്രേനിയക്ടമി, ബ്രെയിനിൻ്റെ ഒരു സ്കള് എടുത്ത് കളയുക, അങ്ങനെ വലിയ കോംപ്ലിക്കേഷനിൽ പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സ്ട്രോക്കിൻ്റെ ചികിത്സ നേടണം എന്ന് പറയുന്നത്. ഭക്ഷണം സ്ട്രിക്റ്റായിട്ട് നമ്മൾ വേണ്ട കാലറി, അഡിക്വേറ്റ് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് അതുപോലെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് ഒഴിവാക്കണം. എല്ലാ ദിവസവും തന്നെ എക്സസൈസ് ചെയ്യണം. ഞാൻ തന്നെ എല്ലാ ദിവസവും 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. അതൊരു 40 മിനിറ്റ് മുതൽ ഒരു 50 മിനിറ്റ് വരെ ചെയ്യാം. അത് ഏത് തരം എക്സസൈസ് ആയാലും കുഴപ്പമില്ല. അത് നടത്തമാവാം, അല്ലെങ്കിൽ ജോഗിങ് ആവാം, അല്ലെങ്കിൽ ഏതുതരം ഗെയിംസോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മനസ്സിലാക്കുക, ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്. ആ റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഹാർട്ടിന് മിടിപ്പിന് പ്രശ്നം, ചിലർക്ക് രക്തവല് ചുരുങ്ങി പോകുന്നതായിരിക്കാം, ചില ആൾക്ക് അതുപോലെ തന്നെ ഈ ക്ലോട്ടിങ് വേഗം വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്ക് രക്തവലിന് വരുന്ന വാസ്കുലൈറ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ആയിരിക്കും, ചിലർക്ക് മൈഗ്രെയിൻ ആയിരിക്കും. ഇങ്ങനെ 100 തരം കാരണങ്ങൾ. അപ്പോൾ ഈ കാരണങ്ങൾ ഏതാണെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ ചികിത്സ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു നല്ലൊരു ജീവിത രീതിയോട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, ഹാർട്ട് അറ്റാക്ക്, കിഡ്നിയുടെ അസുഖങ്ങൾ, പെരിഫറൽ വാസ്കുലർ ഡിസീസസ്,
മെമ്മറി അല്ലെങ്കിൽ ഡിമെൻഷ്യ, അങ്ങനെ പല അസുഖവും നമുക്ക് രക്ഷ നേടാൻ പറ്റും. ഞാൻ ഡോക്ടർ VG പ്രദീപ് കുമാർ, സ്ട്രോക്ക് പ്രോഗ്രാം മെഡിക്കൽ ഡയറക്ടർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. സ്ട്രോക്ക് അഥവാ ബ്രെയിൻ അറ്റാക്ക് എന്നാൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കൊഴലുകൾ അടഞ്ഞു പോവുകയോ രക്തക്കൊഴലുകൾ പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന രോഗാവസ്ഥയാണ്. 25 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ 4 ജീവിതകാലങ്ങളിൽ എപ്പോഴെങ്കിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ട്രോക്ക് ചികിത്സ ലഭ്യമായ ആശുപത്രി എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. പെട്ടെന്ന് മുഖത്തിൻ്റെ ഒരു ഭാഗം കൂടുക, സംസാരശേഷി നഷ്ടപ്പെടുക, കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെടുക, കാഴ്ച മങ്ങുക, ബാലൻസ് നഷ്ടപ്പെടുക, ഇവയെല്ലാം തന്നെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത്തരം ലക്ഷണങ്ങളുള്ള രോഗികളെ ഉടൻ തന്നെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ, ഈ സ്ട്രോക്കിൻ്റെ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ 4.5 മണിക്കൂറിനുള്ളിൽ എത്തിക്കേണ്ടതാണ്. 4.5 മണിക്കൂറിന് പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ രക്തക്കൊഴലുകൾ അടഞ്ഞു പോകുന്നതുവരെയുള്ള സ്ട്രോക്ക് അഥവാ ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ ത്രോംബോട്ടിക് സ്ട്രോക്ക്, ഈ സ്ട്രോക്കിന് രക്തക്കട്ടി അലിയിക്കുന്ന മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും, ത്രോംബോലിറ്റിക് ചികിത്സാ രീതി. അതുപോലെ തന്നെ 4.5 മണിക്കൂറിനും 6 മണിക്കൂറിനുള്ളിലുള്ള രോഗികൾക്ക് വലിയ രക്തധമനികൾ അടഞ്ഞു പോകുമ്പോൾ കത്തീറ്റർ കടത്തിവിട്ടുള്ള ചികിത്സ മെക്കാനിക്കൽ ത്രോംബക്ടമിയും നൽകാൻ കഴിയും. സമയത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷത്തിലും ദശലക്ഷക്കണക്കിന് നാഡീകോശങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുക അഥവാ നശിച്ചു പോവുക. രോഗാതുരത കുറയ്ക്കുന്നതിനും വൈകല്യങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനും അഥവാ ഇല്ലാതാക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും പെട്ടെന്നുള്ള തിരിച്ചറിയൽ, രോഗം പെട്ടെന്നുള്ള തിരിച്ചറിവ്, അതോടൊപ്പം തന്നെ ചികിത്സ ലഭ്യമായ ആശുപത്രി എത്തിക്കുകയും വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ എവറി മിനിറ്റ് കൗണ്ട്സ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നാണ് ഈ വർഷത്തെ 2025 വേൾഡ് സ്ട്രോക്ക് ഡേയുടെ സന്ദേശം. നമസ്കാരം, ഞാൻ ഡോക്ടർ മോഹൻ നൂൺ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. ഈ ഒക്ടോബർ 29 ലോക മസ്തിഷ്കാഘാത ദിനം, അതായത് വേൾഡ് സ്ട്രോക്ക് ഡേ. ഈ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ ഉദ്ദേശം നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന സ്ട്രോക്ക് എന്ന അസുഖത്തിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ്. അതിലിപ്പോൾ ഓരോ വർഷം ഒരു തീം വെക്കാറുണ്ട്. ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് എവറി മിനിറ്റ് കൗണ്ട്സ്, അതായത് എല്ലാ നിമിഷവും വിലയേറിയതാണ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് തകരാറ് പറ്റിയിട്ട് ഞരമ്പുകൾക്ക് കേട് പറ്റുമ്പോഴാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പലതരം ചികിത്സകൾ ചെയ്യാൻ പറ്റും. രക്തക്കുഴൽ അലിയിക്കാനുള്ള മരുന്നുണ്ട്, രക്തക്കുഴൽ ഈ ആൻജിയോപ്ലാസ്റ്റി പോലത്തെ ചികിത്സകളുണ്ട്, ക്ലോട്ട് വലിച്ചെടുക്കുന്ന ചികിത്സകളുണ്ട്. ഇതെല്ലാം സമയം വൈകുന്നതോറും ഇതിൻ്റെ ഫലം കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നൊരു പദമാണ് ഫാസ്റ്റ്. അതായത് ഫേസ്, ആം, സ്പീച്ച്. മുഖം കൂടിപ്പോവുക, കൈക്കോ കാലിനോ തളർച്ച വരിക, സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ വേൾഡ് സ്ട്രോക്ക് ഡേ എന്തിനാണ് നമ്മൾ ഇത് എല്ലാവർക്കും ഇങ്ങനൊരു ബോധവൽക്കരണം നടത്തുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈവിധ്യം നിറഞ്ഞതും വിപുലവുമാണ്. മുമ്പത്തിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പണ്ട് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സ വളരെ പരിമിതമായിരുന്നു. സാധാരണ സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് കൂടുതലായി ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയും, പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ പോലും ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയുമായിരിക്കും. കാരണം സ്ട്രോക്കിൻ്റെ പ്രഹരശേഷി ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തിന് മൊത്തം ഉണ്ടാകുന്ന ഒരു വലിയ പ്രഹരമാണ്. ജീവനപായം, കൈകാലുകളുടെ തളർച്ച, വർത്തമാനത്തിലെ ബുദ്ധിമുട്ട് തുടങ്ങിയ ശാരീരിക വൈകല്യവും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മുതൽ രോഗിയെ തള്ളിവിടാൻ പര്യാപ്തമാണ് ഒരു മേജർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബത്തിനും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് ഉണ്ടാക്കുന്ന പ്രഹരം വളരെ കഠിനമാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തുടർന്ന് സമൂഹത്തിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വൻ വിജയമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടുണ്ടായ സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ വന്ന നൂതനമായ മാറ്റങ്ങളുടെ ഒരു വൻ വിജയമാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ കട്ടയലിയിക്കുന്ന മരുന്നിലൂടെ നീക്കം ചെയ്യപ്പെടുമ്പോൾ മേജർ രക്തക്കുഴലിലെ ബ്ലോക്കുകൾ 5-ൽ ഒരാൾക്ക് മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മരുന്നുകൊണ്ട് ഫലപ്രദമായി നീക്കം ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ, ബാക്കിയുള്ള രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ നമുക്ക് മെക്കാനിക്കൽ ത്രോംബക്ടമി അല്ലെങ്കിൽ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ്
തുടങ്ങണം. അതൊരു മിനിമലി ഇൻവേസീവ് ആയിട്ട് ചെറിയൊരു പിൻ ഹോൾ സർജറി പോലെ ഒരു രക്തക്കുഴലിനകത്ത് ഒരു പിൻ ഹോൾ ഉണ്ടാക്കി അതിനകത്തൂടെ ട്യൂബിലൂടെ ഒരു ട്യൂബ് അകത്തേക്ക് തലച്ചോറിനുള്ളിലെ രക്തക്കുഴലിൽ പ്രവേശിപ്പിച്ച് ഒരു സ്റ്റെൻറ്റിൻ്റെ സഹായത്തോടെ ക്ലോട്ടിനെ വലിച്ചെടുക്കുന്ന ഒരു സക്ഷൻ്റെയും സ്റ്റെൻറ്റിൻ്റെയും ട്യൂബുകൾ ഉപയോഗിച്ച് സക്ഷനും സ്റ്റെൻറ്റും ഉപയോഗിച്ച് ക്ലോട്ടിനെ വലിച്ചെടുക്കുന്ന ഒരു മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്നൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കിയാൽ മേജർ ബ്ലോക്കുകളിൽ നിന്നും തലച്ചോറിൻ്റെ ഒരു വലിയ ഭാഗത്തിനെ സേവ് ചെയ്തെടുക്കാൻ പോസിബിളാണ്. എത്ര സമയത്തിനുള്ളിൽ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും തലച്ചോറ് ഓരോ വിധത്തിലാണ്. ചില തലച്ചോറുകൾ 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ വരെ പിടിച്ച് നിൽക്കുമ്പോൾ മറ്റു ചില തലച്ചോറുകൾക്ക് രക്തയോട്ടം 9 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ വരെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. ഓരോരുത്തരുടെയും വ്യത്യാസമാണ്. പക്ഷേ എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാകുന്നോ അത്രയും നല്ലത്. തലച്ചോറിൻ്റെ ഒരുപാട് ഭാഗം പോയിട്ടില്ല, കുറേ സേവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്, സാൽവേജബിൾ ഏരിയ കൂടുതലായിട്ടുണ്ട്. എന്നാൽ തലച്ചോറിൽ പൂർണ്ണമായി ക്ഷതം വന്ന് നശിച്ചുപോയ ഭാഗം, അതിനെ കോർ എന്ന് പറയും, ആ കോർ ഭാഗം വളരെ ചെറുതുമാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് രക്തക്കുഴലിലെ ബ്ലോക്ക് നീക്കം ചെയ്ത് ആ സാൽവേജബിൾ ഏരിയയെ നമുക്ക് സേവ് ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇന്ന് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്ന ഈ മിനിമലി ഇൻവേസീവ് പിൻ ഹോൾ സർജറിയിലൂടെ. ഈ എൻഡോവാസ്കുലർ ത്രോംബെക്ടമി ചെയ്യുന്ന വിഭാഗം ന്യൂറോ ഇൻ്റർവെൻഷൻ വിഭാഗം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് തലച്ചോറിലെ ഒരു രക്തക്കുഴലിൽ മാത്രമായിരിക്കാം ബ്ലോക്ക്, മറ്റു ചിലർക്ക് 2 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാകാം. കഴുത്തിലും ബ്ലോക്ക് ഉണ്ടാകാം, തലച്ചോറിൻ്റെ ഉള്ളിലും രക്തക്കുഴലിലും ബ്ലോക്ക് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ 2 ബ്ലോക്കുകളും നീക്കം ചെയ്യേണ്ടി വരും. ഇനി ഇത് രണ്ടും കൊണ്ടും അല്ല, രക്തക്കുഴലിൽ ദ്രവിച്ച രീതിയിൽ ആണ്, രക്തക്കുഴലിൻ്റെ അവസ്ഥ വളരെ ദ്രവിച്ച രീതി, ഷുഗർ ഒരു കാലാകാലങ്ങളായിട്ടുള്ള ഷുഗർ, BP, കൊളസ്ട്രോൾ ഒക്കെ കാരണം രക്തക്കുഴലിൽ ദ്രവിച്ച അവസ്ഥയിലാണെങ്കിൽ ആ ദ്രവിച്ച രക്തക്കുഴലിന് ഇൻട്രാക്രീനിയൽ അത്രോസ്ക്ലിറോട്ടിക് ഡിസീസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ ട്യൂബ് അതിന് വഴി പാസ് ചെയ്ത് ഈ ബ്ലോക്കിനകത്ത് നമ്മൾ ചെറിയ മരുന്ന് കൊടുക്കേണ്ടി വരും. ഇൻട്രാ ആർട്ടീരിയൽ ടൈറോഫിബാൻ മുതലായ ചില കട്ടയലിയിക്കുന്ന മരുന്നുകൾ നമുക്ക് ഈ ബ്ലോക്ക് നിവർത്താനായിട്ട് നൽകേണ്ടി വരും. അതിൻ്റെ സഹായത്തോടു കൂടി പലപ്പോഴും ഈ ബ്ലോക്കുകൾ തുറന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും തുറന്നു വരാനുള്ള സാധ്യതയെ നമ്മൾ മുതലെടുക്കണം. അതിന് വിത്തിൻ ഇത്രയും അവേഴ്സ് 6 മണിക്കൂർ 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റണം. എന്നാലേ ഇതൊക്കെ ചെയ്തിട്ട് ബ്രെയിനിനെ സേവ് ചെയ്തെടുക്കാൻ സാധ്യമാവുള്ളൂ. പിന്നെ നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അടുത്ത സ്ട്രോക്ക് വരാൻ തടയുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കട്ടയലിയിക്കുന്ന മരുന്നുകളും കൊടുക്കുക, ബ്ലോക്കിനുള്ള ഇഞ്ചക്ഷനുകളുണ്ട്, കട്ടയലിയിക്കുന്ന ഇഞ്ചക്ഷനും കൊടുക്കുക. അതെല്ലാം കൊടുത്ത് രോഗിയെ പരിചരിച്ച് BP ബ്ലഡ് പ്രഷേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പരിചരിച്ച് വന്ന് പതുക്കെ റീഹാബിലിറ്റേഷൻ തെറാപ്പിയിലേക്ക് പോകും. പിന്നെ ഈവൻച്വലി ഓവർ വീക്സ് പതുക്കെ റിക്കവർ ചെയ്ത് വന്ന് നടക്കുന്ന സ്റ്റേജിലേക്കും സംസാരമൊക്കെ പഴയപടിയാവുന്ന സ്റ്റേജിലേക്കും എത്തുകയുള്ളൂ. CT ആൻജിയോഗ്രാമും MRIയും ചെയ്ത് വലിയ രക്തക്കുഴലിൽ ബ്ലോക്ക് കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ സെറിബ്രൽ ആൻജിയോഗ്രാമും കൂടെ ചെയ്ത് നമ്മൾ DSAയും കൂടെ ചെയ്ത് ബ്ലോക്ക് നിർണ്ണയിച്ച് അപ്പം തന്നെ ചികിത്സ, ഉള്ളിലേക്ക് ഉള്ള ബ്ലോക്ക് നിവർത്താനുള്ള ഏത് ചികിത്സാ സമ്പ്രദായമാണോ നമുക്ക് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ബ്ലോക്കിനെ നിവർത്തുകയും രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. എപ്പോഴാണ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നാം ആരംഭിക്കുക? ഒരു രോഗി സ്ട്രോക്കുമായി വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ തുടങ്ങി രോഗി മെഡിക്കലി സ്റ്റേബിളായ മുതൽ തന്നെ നമ്മൾ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ആരംഭിക്കുന്നു. ഇതൊരു കോംപ്രിഹെൻസീവ് മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ്. ഇതിൽ നമ്മളുടെ ഡോക്ടേഴ്സായ ന്യൂറോളജിസ്റ്റുകൾ, അതേപോലെ ഫിസിയാട്രിസ്റ്റ്, ഞങ്ങളെ പോലുള്ള ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകൾ ഇൻവോൾവ് ആണ്. അതേപോലെ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് തെറപ്പിസ്റ്റുകൾ ഉണ്ടാവും. അതിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് സോളോ തെറാപ്പിസ്റ്റ്, റീഹാബ് സൈക്കോളജിസ്റ്റ് എന്നീ അടങ്ങുന്ന ടീമാണ്. നമ്മൾ ഓരോ രോഗിക്കും ഓരോ രീതിയിലുള്ള പരിമിതികളാണ് ഉണ്ടാവുക. അതിന് വേണ്ട ഗോൾ സെറ്റ് ചെയ്ത് ഓരോ നിശ്ചിത സമയത്തിൽ ആ ഗോൾ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായി ഫോക്കസ് ചെയ്യുന്നത് രോഗിയുടെ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ് ആദ്യമായി നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ചലന പരിമിതി അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കുഴച്ചിലോ അല്ലെങ്കിൽ 2 ഭാഗം കുഴച്ചിലോ ഉള്ള രോഗിയാണെങ്കിൽ അവരുടെ മസിലുകളുടെ ബലം തിരിച്ചു കൊണ്ടുവരാൻ, ബാലൻസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ബാലൻസും കോർഡിനേഷൻ എക്സസൈസസ് ചെയ്തിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ, നടത്തത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഗെയ്റ്റ് ട്രെയിനിങ് നൽകാൻ, അതേപോലെ സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾ പൊതുവേ പറയാം ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ്. അപ്പോൾ അതിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകുക.
ഇപ്പോൾ സംസാരത്തിനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരത്തിൽ സ്പീച്ച് തെറാപ്പി നൽകും. സംസാരത്തിൻ്റെ ക്ലാരിറ്റിക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിന്, ഭക്ഷണം ഇറക്കാൻ അല്ലെങ്കിൽ വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ടിന് സ്വോളോ തെറാപ്പി. കാരണം മൂക്കിലെ ട്യൂബ് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വോളോ തെറാപ്പിയിലൂടെ നമ്മൾ ട്യൂബുകളൊക്കെ മാറ്റി വായിലൂടെ തന്നെ ഭക്ഷണം കഴിക്കാനും. ഇതിൽ നമ്മൾ രോഗിക്ക് ഒരു ആദ്യത്തെ 3 മുതൽ 6 മാസം വരെ ഒരു ഗോൾഡൻ പീരീഡാണ് ഒരു സ്ട്രോക്ക് വന്ന രോഗിക്ക് റീഹാബിലിറ്റേഷനിൽ ലഭിക്കുന്നത്. ഈ സമയത്താണ് പരമാവധി അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുക. ചില സ്ട്രോക്ക് വന്ന രോഗികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള വേദനകൾ വരാറുണ്ട്. അതിൽ കൂടുതലായി കാണുന്നത് ഷോൾഡർ പെയിൻ ആണ്. അതിന് നമ്മൾ ഹെമിപ്ലേജിക് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് അത് ഷോൾഡറിലത്തെ മസിലുകൾ പൂർണ്ണമായി ബലക്കുറവ് വന്നതിന് ശേഷം ഷോൾഡർ ഇറങ്ങി പോകാറുണ്ട്. അതിന് ഷോൾഡർ സബ്ലക്സേഷൻ എന്ന് പറയുന്നു. നേരത്തെ നമ്മളത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകാറുണ്ട്. ഇനി അത് ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ ഷോൾഡർ കംപ്ലീറ്റ്ലി ഇറങ്ങിപ്പോണ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആവാറുണ്ട്. നമ്മൾ അതിന് ചുറ്റുള്ള മസിലുകൾ സ്ട്രോങ് ആക്കിയിട്ടും ഇനി വേദന ഒരു പരിധിയിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇഞ്ചക്ഷൻ നൽകിയിട്ടും നമ്മൾ വേദനയെ ട്രീറ്റ് ചെയ്ത് ആ ഭാഗത്തെ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ പൊതുവെ കാണുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രോക്ക് വന്ന രോഗികൾ ഈ ബലം തിരിച്ചു വരുന്നതിൻ്റെ കൂടെ തന്നെ മസിലുകൾക്കൊരു ടോൺ ഉണ്ട്. അതൊരു പരിധിയിൽ കൂടുതലാവുമ്പോൾ അതിന് സ്പാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഫിസിക്കൽ തെറപ്പി ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്തിട്ടും ഒരു പരിധിയിൽ കൂടുതൽ അത് ശരിയാവുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈ സ്പാസ്റ്റിസിറ്റി കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനുകളുണ്ട്. അത് കോമൺ ആയിട്ട് ബോട്ടുലിനം ടോക്സിൻ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് നൽകിയും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകിയും അവരെ നമ്മൾ തിരിച്ചവരുടെ മസിലുകളുടെ ശരിയായ പ്രവർത്തനം ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതേപോലെ ചില രോഗികൾക്ക് ഈ കൈകൾ കൂടുതൽ ടൈറ്റായി പോകാനും കാലിൻ്റെ മസിൽ വള്ളി ടൈറ്റായി പോകുന്നതൊക്കെ ഉണ്ട്. അവർക്ക് നമുക്ക് ചിലപ്പോൾ അവർക്ക് വേണ്ട സ്പ്ലിൻസ് നൽകേണ്ടി വരും. അതിന് നമ്മൾ ഓർത്തോസിസ് എന്നാണ് പറയപ്പെടുന്നത്. അത് ചിലപ്പോൾ ജോയിൻറ്റിന് പ്രൊട്ടക്ഷൻ ആകാം, ചിലപ്പം മസിലുകൾ ടൈറ്റ് ആവണത് അല്ലെങ്കിൽ ശരിയായ പൊസിഷനിൽ ജോയിൻറ്റുകൾ വെക്കാൻ ഒക്കെയാണ് ഈ സ്പ്ലിൻസ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് രോഗിയുടെ ദൈനംദിന കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാൻ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് നമ്മളുടെ ഒരു ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലുള്ള ആളാണ്. ADL ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ബാക്കി അവരുടെ ഫങ്ഷണൽ എബിലിറ്റി ട്രെയിനിങ്ങിലും കൂടി വർക്ക് ചെയ്യുന്നു. ഒറ്റയ്ക്ക് എണീറ്റിരിക്കാനും അതേപോലെ ഇരുന്നൂറ്റി നിൽക്കാനും വേണ്ട ട്രെയിനിങ്സൊക്കെ നൽകുന്നു. ഇനി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കൈയിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര നന്നായി വന്നില്ലെങ്കിൽ അവരുടെ ഹാൻഡ് ഫങ്ഷൻ ട്രെയിനിങ്ങിലും നൽകുന്നു. ഇതേപോലെ നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു ശരിയായ രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രോക്ക് റീഹാബിൽ. ഒരു സ്ട്രോക്ക് റീഹാബ് ടീമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെമ്പർ എന്നുള്ളത് രോഗിയും രോഗിയുടെ കൂടെയുള്ള ആളുകളാണ്, ഏറ്റവും കെയർ ഗിവേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ ഈ മൾട്ടി ഡിസിപ്ലിനറി കോംപ്രിഹെൻസീവ് റീഹാബ് ടീമാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുക. റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും റെഗുലറായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഫോളോ അപ്പിന് വരണം. എന്നാലേ അവർക്ക് നമുക്ക് ഇനി ഭാവിയിലോട്ട് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട അഡ്വൈസസ് നൽകാനൊക്കെ സാധിക്കും. അപ്പോൾ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സ്ട്രോക്ക് ചികിത്സയുടെ ശേഷമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റാണ്. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ശരിയായ ഒരു അവബോധം ഉണ്ടാകണം.